നമ്മുടെയൊക്കെ ലൈഫിലെ എപ്പോഴും നല്ലത് മാത്രം സംഭവിച്ചു പോയി അങ്ങനെ ശരിയല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒരു എന്താ പറയുക കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നമ്മുടെ ലൈഫിൽ ഇതുപോലെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഇടയ്ക്ക് ഉണ്ടാവുന്നതും നല്ലതായിരിക്കും തോന്നുന്നു. എന്താ വെച്ചാൽ വളരെയധികം ഹാപ്പി ആയിട്ട് ഞാനും എൻ്റെ ചെറിയ മോളും കൂടിയിട്ട് ഒരു കാര്യത്തിന് പോവുമായിരുന്നു രാവിലെ കേട്ടോ. പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങൾ കയറിയ ബസ് നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇടിച്ച്. ആഹാ കണ്ടോ, ബസ്സിൻ്റെ ഒരു സൈഡ് ഒന്ന് ചളങ്ങി മറ്റേ വണ്ടിയുടെ ബാക്ക് വശം ഡോറും കാര്യങ്ങളൊക്കെ പോയി. അയ്യോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ. ആഹാ, മനസ്സിന് നല്ല സുഖമായി. അങ്ങനെ നേരെ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ ഞാനും വാമിയും കൂടി പോയിട്ടോ. പോയ കാര്യമൊക്കെ എന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അതിൻ്റെ റിസൾട്ട് മുഴുവനായിട്ട് വരട്ടെ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതാ കിടക്കണം നമ്മുടെ നീലുവിന് പെട്ടെന്ന് ഒരു വയറുവേദനയും ഛർദിയൊക്കെ ആയിട്ട് രാവിലെ എക്സാമായിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായ ആളാണ്. പെട്ടെന്ന് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മുടെ ആലത്തൂരുള്ള മെറ്റർണിറ്റി ഹോസ്പിറ്റലിലെ അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ രാവിലെ തന്നെ ഒരു 3-4 മറി ഛർദ്ദിച്ച് പോയി. ആൾ ഭയങ്കര ആവശ്യത. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് ഒറ്റ സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക വെള്ളം പോലും എടുത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ടെൻഷനായി. ഇതേപോലെ അവൾക്ക് ഒരിക്കൽ എന്താണ് ഫുഡ് പോയ്സനൊക്കെ വന്നിട്ട് ആകെ സീനായതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയും വിളിച്ചിട്ട് വേഗം വന്നു. ഇപ്പോൾ ഒരു ദിവസം മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ കടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവൾ ഒരു ചെറിയൊരു മയക്കം കഴിഞ്ഞതും വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമല്ല കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൂരെയൊന്നും പോയിട്ട് നമുക്ക് കഞ്ഞിയൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഇവിടെ അടുത്തൊന്നും കഞ്ഞി കിട്ടണ ഹോട്ടലൊന്നും ഇല്ല താനും. അപ്പോൾ ഞാൻ അടുത്തിട്ട് ഹോസ്പിറ്റലിൽ അടുത്ത് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 2 ഇഡലിയും വാങ്ങിച്ചിട്ട് ഞാനൊരു ചായയും കുടിച്ചു. റൂമിലാണെന്നുണ്ടെങ്കിൽ ആരുമില്ല, ഒന്ന് ആക്കിയിട്ട് പോയിട്ട് ഇതിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. തിടുക്കത്തിൽ വന്നല്ലേ, അപ്പം നമ്മൾ കരുതിയുമില്ല, ഒന്നും തന്നെ കരുതിയുമില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്.